അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതയാമത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയത്ത് തിരുവചനം ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും നമുക്കൊരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയും ആയിരുന്നു. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഈ സ്വപ്നത്തെക്കുറിച്ച് നമുക്കെല്ലാം നല്ല അറിവാണ്. നമ്മൾ നേരത്തെ പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളതായ ഒരു കാര്യമാണ്. ഇന്നലെ രാവിലെ ഈ സ്വപ്നം കണ്ട യാക്കോബിനെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. അപ്പൻ്റെയും അമ്മയുടെയും വാക്ക് കേട്ട് അനുസരണത്തോടുകൂടെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ യാത്രയ്ക്കൊരുങ്ങിയ ഒരു ചെറുപ്പക്കാരൻ പിറ്റേ ദിവസം രാവിലെ തന്നെ താൻ ഭവനത്തിൽ നിന്നും ഇറങ്ങിത്തിരിച്ചു. രാത്രിയുടെ യാമത്തിൽ സന്ധ്യ ആയപ്പോൾ ഒരു കാട്ടുപ്രദേശത്തെത്തി. ആ ദേശം ഏതാണെന്ന് യാക്കോബിന് തന്നെ അറിയില്ല. പിന്നീട് അന്വേഷിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ പേര് ലൂസ് എന്ന് പറയുന്ന ഒരു ദേശമായിരുന്നു എന്ന് യാക്കോബിന് അറിവ് കിട്ടി. എന്തായാലും ശരി, യാക്കോബിൻ്റെ അനുഭവത്തിൽ വെച്ചും കൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് ഒരു പേര് കൊടുത്തു. അതിന് ബേഥേൽ എന്ന് പേരായി. ബേഥേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭവനം. ബേത്ത് എന്ന് പറഞ്ഞാൽ ഭവനം, എൽ എന്ന് പറഞ്ഞാൽ ദൈവം. ദൈവത്തിൻ്റെ ഭവനമായി ആ ലൂസ് ദേശത്തെ യാക്കോബ് പേര് മാറ്റി പ്രതിഷ്ഠിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗത്തെക്കുറിച്ച് യാക്കോബിനൊരു ധാരണയുണ്ടായിരുന്നു. എല്ലാ മനുഷ്യർക്കും സ്വർഗത്തെക്കുറിച്ചൊരു ധാരണയുണ്ട്. നമുക്കും ഒരു ധാരണയുണ്ട്. സ്വർഗത്തെക്കുറിച്ച് നാം ചിലതൊക്കെ അറിയുന്നു. നമ്മുടെ ഉള്ളിൽ സ്വർഗത്തെക്കുറിച്ച് നല്ലൊരു ഉപദേശം കിട്ടിയിട്ടുണ്ട്. സ്വർഗത്തിൽ പോകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ പോകുവാൻ എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട്. പലരും പല വഴികളിലായി സ്വർഗത്തേക്കുള്ള യാത്രയിലാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കൂടെ ചേർത്തുകൊണ്ട് യാക്കോബിനോടുകൂടെ യാത്ര ചെയ്യിച്ച് ബേഥേലിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് എങ്ങനെയുള്ള സ്വർഗമാണ് ബേഥേലിൽ വെച്ച് ദൈവം യാക്കോബിന് വെളിപ്പെടുത്തി കൊടുത്തതെന്ന് നമുക്കും കൂടെ മനസ്സിലാക്കി തരുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. വരൂ, നമുക്ക് യാക്കോബിനോടൊപ്പം യാത്ര ചെയ്യാം. ബേഥേലിലെത്തി ഒരു ചെറിയ കല്ല്, യാക്കോബിൻ്റെ തലയ്ക്ക് ഇണങ്ങുന്നതായ വഴക്കമുള്ള നല്ലൊരു കൊച്ചു കല്ല് യാക്കോബ് കണ്ടു. തലയിണയായി അത് സ്വീകരിച്ചുകൊണ്ട് ആ രാത്രിയിൽ ആൾപ്പാർപ്പില്ലാത്തതായ ദേശത്ത് താൻ അവിടെ കിടന്നുറങ്ങി. രാത്രിയുടെ യാമത്തിൽ കണ്ട സ്വപ്നമാണ് ഭൂമിയിൽ വച്ചിരിക്കുന്നതായ ഒരു കോവേണി. സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറക്കിക്കൊണ്ടുവന്ന കോവേണിയല്ല, ഭൂമിയിൽ ഉള്ളതായ ഒരു കോവേണി. കോവേണി എന്ന് പറയുന്നതായ ഒരു കാര്യം ഒരുപക്ഷെങ്കിൽ യാക്കോബ് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. കാരണം തൻ്റെ ജീവിത യാത്രയിലെങ്ങും അല്ലെങ്കിൽ തൻ്റെ ജീവിത ശൈലിയിലെങ്ങും ഒരു കോവണിയുടെ ആവശ്യം ഉള്ളതായിട്ട് നമുക്കറിവില്ല. അതും സ്വർഗത്തോളം എത്തുന്നതായ ഇത്രയ്ക്ക് നീളമുള്ള ഒരു കോവേണി. ദൈവത്തിന് മഹത്വം. യാക്കോബിന് സ്വർഗത്തെക്കുറിച്ചുള്ളതായ സകല അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അറിവുകളും മാറ്റി എഴുതുന്നതായ ഒരു സ്വപ്നമായിരുന്നു അത്. ആ സ്വപ്നത്തിൻ്റെ ഒടുവിൽ ആ കോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് ദൈവം തൻ്റെ ഭാഷയിലും തൻ്റെ സ്വരത്തിലും തൻ്റെ ശബ്ദത്തിലും യാക്കോബിനോട് സംസാരിച്ചു. ആദ്യമായി യാക്കോബുമായി ദൈവം ഇൻ്ററാക്റ്റ് ചെയ്യുന്ന രാത്രി. ദൈവത്തിന് സ്തോത്രം. എന്താണ് ദൈവം യാക്കോബിനോട് സംസാരിച്ചത്? യാക്കോബ് സ്വപ്നം കണ്ടുണർന്നതിന് ശേഷം പെട്ടെന്ന് താൻ പറയുകയാണ്, അയ്യോ, ഈ സ്ഥലത്ത് ദൈവമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വാസ്തവമായി ഇത് ദൈവത്തിൻ്റെ ആലയം അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ കവാടം, വാതിൽ ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാക്കോബ് താൻ തലയണയായി വെച്ച കല്ല് അവിടെ നാട്ടിയിട്ട് അതിന്മേൽ എണ്ണയൊഴിച്ചു. അത് സ്വർഗത്തിൻ്റെ വാതിലായി യാക്കോബ് അതിനെ പ്രതിഷ്ഠിച്ചു. അവിടെ ദൈവത്തിൻ്റെ ആലയം ഉണ്ടാകത്തക്കവണ്ണം പ്രാഥമികമായിട്ടുള്ള ഒരു ധാരണ ദൈവവുമായിട്ട് യാക്കോബ് പങ്കുവയ്ക്കുകയുണ്ടായി. യാക്കോബിനോട് ദൈവം സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. യാക്കോബിൻ്റെ ധാരണകൾക്കും അഭിപ്രായങ്ങൾക്കും എല്ലാം വ്യത്യസ്തമായി യാക്കോബിനോട് ദൈവം പറയുകയാണ്, യാക്കോബേ,
നീ വിചാരിക്കുന്നത് പോലെ ഒരു ബേഥേലിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ആലയമല്ല എൻ്റെ വാസസ്ഥലം. സ്വർഗത്തിൻ്റെ വാതിൽ നിന്റെ തലയണയുടെ അല്ലെങ്കിൽ നീ തലയണയായി വെച്ച ഒരു കല്ലിൻ്റെ മാതൃകയിലോ അതിൻ്റെ വലിപ്പത്തിലോ ഉള്ളതായ ഒരു വാതിലല്ല സ്വർഗത്തിനുള്ളത്. എങ്ങനെയാണ് ദൈവം യാക്കോബിനത് മനസ്സിലാക്കി കൊടുത്തതെന്നറിയാമോ? നീ പോകുന്നിടത്തൊക്കെയും സഞ്ചരിക്കുന്ന സ്വർഗം ബേഥേലിൽ മാത്രം ഒതുങ്ങുന്ന സ്വർഗമല്ല. നീ എവിടെയുണ്ടോ അവിടെ സ്വർഗമാണ്. ഞാൻ നിന്നോടൊപ്പം വരുമ്പോൾ, അതായത് ദൈവം എവിടെ സഞ്ചരിക്കുന്നോ അവിടെ സ്വർഗമാണ്. നീ പാർക്കുന്നിടത്ത് ദൈവം അവനോട് പറയുന്നതായ വചനങ്ങളാണ്. കീഴോട്ടുള്ളതായ വചനങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടും. നമ്മുടെയും സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ധാരണയ്ക്ക് വ്യത്യാസമുണ്ടാകും. നോക്കൂ, ശമരിയക്കാരിയോട് കർത്താവ് പറയുന്നു, അവൾക്ക് പല ആരാധനയെക്കുറിച്ചും ആലയത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമൊക്കെ ഒരു ധാരണ ശമര്യർക്കും യഹൂദന്മാർക്കും വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടായിരുന്നു. കർത്താവ് അതിനെ പൊളിച്ചെഴുതുകയാണ്. കർത്താവ് അവളോട് പറയുന്നു, സത്യ നമസ്കാരികൾ ആ മലയിലും അല്ല ഈ മലയിലുമല്ല, അവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കും. നോക്കൂ, യാക്കോബിലുള്ളതായ ഒരു സ്പിരിറ്റ് ബേഥേലിൽ വെച്ച് കാണുന്നതായ ആലയം, ബേഥേലിൽ കാണുന്നതായ സ്വർഗത്തിൻ്റെ കവാടം, ബേഥേലിൽ എണ്ണയൊഴിച്ച് നാട്ടിയിട്ടുള്ളതായ കല്ലിൽ മാത്രം സ്ഥാപിതമായ ആലയത്തിൻ്റെ ആ ധാരണ അല്ലെങ്കിൽ ആ സ്വപ്നം ദൈവം അവിടെ പൊളിച്ചെഴുതുന്നു. ദൈവം യാക്കോബിനോട് പറയുകയാണ്, യാക്കോബേ, നീ കാണുന്നത് പോലെയും ധരിച്ചിരിക്കുന്നത് പോലെയും അല്ല എൻ്റെ വാസസ്ഥലം, എൻ്റെ സാന്നിധ്യം. നീ പോകുന്നിടത്തൊക്കെ സഞ്ചരിക്കുന്ന സാന്നിധ്യം. നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നുവെങ്കിൽ, തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ നീ പോകുന്നിടത്തൊക്കെ സ്വർഗവും സഞ്ചരിച്ചു കൊണ്ടിരിക്കും. എന്നാൽ എൻ്റെ സാന്നിധ്യത്തെ സ്വർഗമാക്കുവാനുള്ള ഉത്തരവാദിത്വം നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, യാക്കോബ് കണ്ട സ്വപ്നവും ആ സ്വപ്നത്തിന് ശേഷം ദൈവം യാക്കോബിനോട് സംസാരിച്ചതുമായിട്ടുള്ളതായ കാര്യങ്ങൾ നമ്മൾ ഒത്തുചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെയും ധാരണ സ്വർഗത്തെക്കുറിച്ച് എന്താണ് നാം ധരിച്ചിരുന്നതെന്നുള്ളതായ ആ ധാരണയിൽ നിന്ന് നമുക്കൊരു വ്യത്യസ്തമായ ഒരു ചിന്താഗതി ഉണ്ടാകുന്നു. മതിൽക്കെട്ടുകളുടെയും നിയമങ്ങളുടെയും അനേക ഉപദേശങ്ങളുടെയും ഒരു കലവറയ്ക്കുള്ളിൽ നിന്നും കൊണ്ട് കാണുന്നതായ സ്വർഗമല്ല സ്വർഗം എന്നുള്ളത് ദൈവം അവിടെ സ്ഥാപിക്കുകയാണ്. സ്വർഗം മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. മനുഷ്യൻ അതിനെ 4 സെൻറ്റ് ഭൂമിയിലും 2 സെൻറ്റ് ഭൂമിയിലും 10 ഏക്കർ ഭൂമിയിലും സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവമോ ആ സ്വർഗത്തെ മനുഷ്യൻ സഞ്ചരിക്കുന്ന സ്ഥലത്തും മനുഷ്യൻ പാർക്കുന്ന സ്ഥലത്തും അവൻ്റെ ഹൃദയത്തിലും ദൈവം ആ സ്വർഗം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശലോമോൻ ദൈവത്തിന് ആലയം പണിഞ്ഞതിന് ശേഷം ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, നീ സ്വർഗം നിൻ്റെ സിംഹാസനം, ഭൂമി നിൻ്റെ പാദപീഠം, നീ സ്വർഗത്തിലും ഒതുങ്ങുന്നവനല്ല. ഞാനീ പണിഞ്ഞിരിക്കുന്നതായ ആലയം ഒരു പേരിന് വേണ്ടി ഞങ്ങൾക്ക് കാണുവാനും കേൾക്കുവാനും ഞങ്ങൾക്ക് ധരിക്കുവാനുമുള്ളതാണ്. എന്നാൽ അതിനങ്ങേപ്പുറമായി നീ ഈ ആലയത്തിലൊന്നും കൈപ്പണിയായതിൽ വസിക്കാത്തതും ഒതുങ്ങാത്തതുമാണെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, യാക്കോബിൻ്റെ അഭിപ്രായങ്ങളെ മുഴുവനും ദൈവം പൊളിച്ചെഴുതുകയാണ്. യാക്കോബ് വിചാരിച്ചു താൻ ഒരു കല്ലിൽ സ്ഥാപിച്ചതായ ആ ധാരണ അല്ലെങ്കിൽ കല്ല് നാട്ടിയതായ ആ സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്ന ദൈവത്തെ യാക്കോബ് കണ്ടു. യാക്കോബ് അങ്ങനെയാണ് വിചാരിച്ചത്. യാക്കോബ് ഉറങ്ങിയ സ്ഥലത്തും കൂടെ സ്വർഗത്തിലേക്ക് കയറുവാനുള്ള വാതിലായി യാക്കോബിൻ്റെ മനസ്സിൽ കണ്ടു. എന്നാൽ ദൈവം അവനോട് പറയുന്നു, അങ്ങനെയല്ല, നീ സഞ്ചരിക്കുന്നിടത്തൊക്കെയും നിന്നോടൊപ്പം ഞാനും എൻ്റെ സ്വർഗവും സഞ്ചരിക്കുന്നു. ഞാൻ എവിടെയുണ്ടോ അവിടെ സ്വർഗമുണ്ട്. നീ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. ഞാൻ നിന്നോടൊപ്പം വരും. നീ എനിക്കുള്ളവനാണെങ്കിൽ, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നവനാണെങ്കിൽ, ഞാൻ നിന്നെ വിളിച്ചുവെങ്കിൽ, ഞാൻ നിന്നെ സ്നേഹിച്ചുവെങ്കിൽ നിന്നോടൊപ്പം ഞാൻ സഞ്ചരിക്കും. നീ പാർക്കുന്നിടത്തുമൊക്കെയും സ്വർഗമാക്കി മാറ്റുവാൻ നിന്നാൽ സാധിക്കണം.
എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. നോക്കൂ, യാക്കോബിന് പല അബദ്ധങ്ങൾ പറ്റുന്നു. താൻ തനിക്ക് പറ്റിയതായ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അബദ്ധമാണ് സ്വർഗത്തെക്കുറിച്ചുള്ളതായ തൻ്റെ ധാരണ. യാക്കോബ് ഉറക്കമുണർന്ന് പറയുക, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ ഇപ്പോഴറിയുന്നു, ഞാനോ അതറിഞ്ഞില്ല. അതിനുശേഷം പ്രധാനമായി താൻ കണ്ടതായ സ്വർഗത്തിലെ ഒരു വിശേഷത എന്ന് പറഞ്ഞാൽ, ഭൂമിയിലുള്ള വിശുദ്ധന്മാരെ യാക്കോബ് ആദ്യമായിട്ട് സ്വപ്നത്തിൽ കാണുകയാണ്. യാക്കോബ് വിചാരിച്ചത് ദൈവത്തിൻ്റെ ദൂതന്മാർ സ്വർഗത്തിൽ മാത്രം വസിക്കുന്നവരാണെന്നാണ്. ഏലിയാവ് എന്താണെന്ന് ദൈവത്തോട് പറഞ്ഞെന്നറിയാമോ? കർത്താവേ, ഞാൻ ഒരുത്തൻ മാത്രം ബാലിന് മുട്ടുമടങ്ങാത്തവനായി ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ദേശത്തുള്ള രാജാക്കന്മാരും പ്രഭുക്കന്മാരും ബാലിന് മുട്ടുമടക്കി അതിനെ ആരാധിച്ചുകൊണ്ട് എന്നെ കൊന്നൊടുക്കും അനേകം വിശുദ്ധന്മാരെ, ദൈവമക്കളെ അവർ കൊന്നൊടുക്കി. ഇനിയും ആരും ശേഷിച്ചിരിക്കുന്നില്ല, ഞാൻ ഒരുത്തൻ മാത്രം. ദൈവം ഏലിയാവിനോട് പറയുകയാണ്, ഏലിയാവേ, നിന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് നോക്കുക. നീ വിചാരിക്കുന്നത് പോലെയല്ല, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ അഭിപ്രായത്തിലും നമ്മുടെ ഉപദേശത്തിലും നമ്മുടെ വിചാരണയ്ക്കും അപ്പുറമായി ദൈവത്തിന് വലിയ വിഭാവനമായ ഒരു സ്വർഗമുണ്ട്. ദൈവത്തിൻ്റെ രാജ്യം നമ്മുടെ ചിന്താഗതിയിലും അപ്പുറമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമായി മാറ്റപ്പെടുന്നു. ആ ഒരു സ്വർഗീയമായ കാഴ്ചപ്പാടിലേക്ക് മനുഷ്യൻ വരുമ്പോഴാണ് ദൈവഭയം മനുഷ്യനിൽ ഉളവാകുന്നത്. നാം ഒരു കല്ല് നാട്ടിയതായ ഒരു സ്ഥലത്തെയോ ഒരു പ്രത്യേകമായ ഉപദേശത്തെയോ അല്ലെങ്കിൽ പ്രത്യേകമായ സ്ഥലത്തെയോ അല്ലെങ്കിൽ 2 ഏക്കർ ഭൂമിയിലുള്ളതായ ഒരു സ്വർഗീയ സ്ഥലത്തെയോ പാർപ്പിടത്തെയോ അല്ലെങ്കിൽ 10 ഏക്കർ സ്ഥലത്തുള്ളതായ വലിയൊരു വിഭാവനമായ ഇരിപ്പിടങ്ങളെയോ ഒക്കെ നാം ചിന്തിക്കുമ്പോഴും വിഭാവനം ചെയ്യുമ്പോഴും അവിടെ നിന്ന് സ്വർഗം ഉൾക്കൊള്ളുവാൻ കഴിയാതെ അതിനങ്ങേപ്പുറമായി സ്വർഗം വിശാലമെന്നുള്ളതായ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഇല്ലായെങ്കിൽ ദൈവത്തിൻ്റെ ഭയം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. എന്തുകൊണ്ടാണ് ദൈവം സ്വർഗത്തെ മനുഷ്യൻ്റെ ഹൃദയത്തിലാക്കിയത്? മനുഷ്യന് ദൈവഭയം ഉണ്ടാക്കേണ്ടതിന്. ദൈവത്തിൻ്റെ ആലയത്തെ ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു. യാക്കോബ് അത് ഒരു കല്ല് നാട്ടിയ സ്ഥലത്തെ മാത്രം ആലയമാക്കി കണ്ടപ്പോൾ ദൈവം തൻ്റെ ആലയം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഈ അന്ത്യകാലത്ത് ദൈവം നമ്മുടെ ഹൃദയത്തെ ആലയമാക്കി വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനോടുകൂടെ പാർക്കുവാൻ. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. അങ്ങനെ ദൈവം മനുഷ്യനോടുകൂടെ വസിക്കുന്ന അവസ്ഥയാണ് വാസ്തവമായി സ്വർഗമായിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ കഷ്ടങ്ങളും നമ്മുടെ സങ്കടങ്ങളും ഒക്കെ പകരുവാൻ നമുക്കൊരവസരം കിട്ടുകയാണ്. നോക്കൂ, യാക്കോബ് വാസ്തവമായി ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കിയപ്പോൾ, സ്വർഗത്തെക്കുറിച്ചുള്ളതായ ഒരു കാഴ്ചപ്പാട് യാക്കോബിന് കിട്ടിയപ്പോൾ യാക്കോബ് ദൈവത്തോട് പറയുകയാണ്, ഞാൻ പോകുന്നിടത്ത് വരെയൊക്കെ നീ എന്നോട് സഞ്ചരിക്കുമെങ്കിൽ, എനിക്ക് ആഹാരം തരുമെങ്കിൽ, എനിക്ക് വസ്ത്രം തരുമെങ്കിൽ, എനിക്ക് ആയുസ് തരുമെങ്കിൽ, എനിക്ക് സൗഖ്യം തരുമെങ്കിൽ. നോക്കൂ, യാക്കോബിലേക്ക് ദൈവത്തിൻ്റെ ഭയം കടന്നു വരുന്നു. ആദ്യം കണ്ട കാഴ്ചയിൽ താൻ കേവലം ചില ദൈവത്തിൻ്റെ ദൂതന്മാർ സ്വർഗത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന ദൂതന്മാരെയാണ് യാക്കോബ് തൻ്റെ ഹൃദയത്തിൽ കണ്ടതെങ്കിൽ യാക്കോബിന് ദൈവം മനസ്സിലാക്കി കൊടുക്കുകയാണ്, നിന്റെ അഭിപ്രായം തെറ്റാണ്, നിന്റെ വിചാരണ തെറ്റാണ്. നീ അറിയാതെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഭൂമിയിൽ സഞ്ചരിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറുന്ന ദൂതന്മാരെ കുറിച്ചുള്ള ദർശനം യാക്കോബിന് ദൈവം കൊടുത്തു. ഭൂമിയിലുള്ള വിശുദ്ധന്മാരെ കുറിച്ചൊരു ദർശനം നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് കയറുവാനുള്ള കോവേണിപ്പടിയിൽ ചവിട്ടുവാൻ ഭാഗ്യം നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ഭൂമിയിൽ വിശുദ്ധന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം നിയമിച്ചിരിക്കുന്നതായി ശുദ്ധീകരിച്ച ശുദ്ധിമാന്മാരെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കുന്നില്ല എങ്കിൽ നമുക്ക് സ്വർഗത്തേക്കുള്ളതായ കോവണിപ്പടിയിൽ ചവിട്ടുവാനുള്ള ഭാഗ്യം ലഭിക്കുകയില്ല. തെറ്റായ ധാരണകൾ നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി ഒരിക്കൽ പോലും കിട്ടാക്കണിയായ സ്വർഗം നമ്മുടെ ജീവിതത്തിൽ എന്നും വാക്കാൽ അവശേഷിച്ചു കൊണ്ടിരിക്കും.
വാക്കുകളിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കും, ഉപദേശങ്ങളിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കും, തെറ്റായ ധാരണകളിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ ദൂതന്മാരെ കാണുവാൻ നമ്മുടെ കണ്ണ് പ്രകാശിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വ്യത്യാസം, നാം സഞ്ചരിക്കുന്നിടത്തൊക്കെയും നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചുള്ളതായ ഒരറിവ് നമുക്ക് വരുമ്പോൾ തെറ്റിദ്ധാരണകളിൽ നിന്ന് മാറ്റം, നാം പോകുന്നിടത്തൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും സ്വർഗത്തിൻ്റെ വാതിലുകളെയും നമുക്ക് കാണുവാൻ കഴിയും. സ്വർഗത്തിൻ്റെ വാതിൽ എവിടെയുണ്ടോ അതിനെതിരായി ഒരു നരകത്തിൻ്റെ വാതിലും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ബോധ്യം വരുത്തും. എങ്കിൽ 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 എന്ന് പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് എങ്കിൽ എന്നുള്ളതായ വാക്ക് മറ്റേ വാതിലിനെ കൂടെ നമുക്ക് കാണിച്ചു തരുന്നതായ, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് നാം സ്വർഗീയ വാതിലിലേക്ക് പ്രവേശനം ചെയ്യുന്ന, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ഓടുന്ന മനുഷ്യരായി നമ്മെ തന്നെ വ്യതിയാനപ്പെടുത്തുവാൻ, മാറ്റം വരുത്തുവാൻ തരുന്ന ആഹ്വാനങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കുമെങ്കിൽ, സ്വർഗത്തെക്കുറിച്ചുള്ളതായ യഥാർത്ഥമായ ധാരണ അവർക്ക് കൊടുക്കുന്നുവെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതായ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, ആ കോവണിപ്പടിയിൽ ചവിട്ടി നാം മുകളിലേക്ക് കയറുവാനുള്ളതായ ഒരു അഭ്യസനം ദൈവം നമുക്ക് തരും. ഗോഡ് ബ്ലെസ് യു.